കസ്റ്റർഡ് പൗഡർ ഇല്ലാതെ ഇതുപോലത്തെ പുഡിങ് ഉണ്ടാക്കാൻ പറ്റില്ല. ആരാ പറഞ്ഞേ? ആ മക്കളെ ഞാൻ കാണിച്ചു തരാം. ബ്രെഡ് ഇതുപോലൊക്കെ കട്ട് ചെയ്തിട്ട് നല്ല തീ കുറച്ച എണ്ണയിലോട്ട് ഈ രീതിയിൽ നമ്മൾ മൊരിച്ചെടുക്കണം. കരിച്ച് കളയല്ലേ. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക. ചൂടാകുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുത്ത് നന്നായി ഇളക്കി അവിടെ വെച്ചേക്കുക. ഇനി നമുക്ക് വേണ്ടത് കസ്റ്റർഡ് പൗഡറാണ്. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തു, 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്തു, കളറിന് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. മറന്നു പോയിട്ടോ വീഡിയോ എടുക്കാൻ, സോറി. കുറച്ച് പാലും കൂടെ ചേർത്ത് നമ്മളത് മിക്സ് ചെയ്തു. ഇനി ഇതേ നമ്മൾ തിളയ്ക്കുന്ന പാലിലിട്ട് കുറേശ്ശെ അതൊഴിച്ച് പതുക്കെ കൈയെടുക്കാതെ ഇളക്കി. ഇത് പെട്ടെന്ന് തന്നെ തിക്കാവും, അടി പിടിക്കാതെ നോക്കുക. ഇനി നമുക്ക് വേണ്ടതിലോട്ട് കുറച്ചൊരു സ്മെല്ലാണ്. ഏലക്ക വേണമെങ്കിൽ ഏലക്ക ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കുറച്ച് വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മിശ്രിതം റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വറുത്ത് വെച്ച ബ്രെഡ് അത് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഇല്ലയെന്നും പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കണ്ട. ഇതുപോലെ അങ്ങ് ഉണ്ടാക്കുക, സെയിം ടേസ്റ്റാണ്. അപ്പോൾ ഇതിനി തീർന്നില്ല. നമ്മളിത് നന്നായി തണുപ്പിച്ചിട്ടേ ഇത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ കഷ്ടപ്പെട്ടിരുന്ന വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കുക. വെറുതെ ഇരിക്കുന്ന കൈയല്ലേ, ആ കൈ ഒന്ന് ടച്ച് ചെയ്താൽ എനിക്കൊരു ലൈക്കാകും. അപ്പോൾ ഓക്കെ, ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഓക്കേ.